കുന്നത്തുനാടാണ്. കുന്നത്തുനാട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അത് പുരോഗമിക്കുകയാണ്. കുന്നത്തുനാട് ഏറ്റവും ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മണ്ഡലം തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുമ്പോൾ നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA PV ശ്രീനിജനുണ്ട്. എങ്ങനെ പോകുന്നു? എങ്ങനെ ഒരു പ്രചാരണ പരിപാടികളൊക്കെ ആയിട്ടൊക്കെ എങ്ങനെ പോകുന്നു? വളരെ സന്തോഷത്തോടെയാണ് പ്രചരണ പരിപാടികളൊക്കെ പോകുന്നത്. കാരണം ഇന്നിപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയായതുകൊണ്ട് ഞങ്ങൾ ഗൃഹസന്ദർശനം അങ്ങനെയുള്ള ചെറിയ ഇതായിട്ട് ഇങ്ങനെ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വളരെ ആത്മവിശ്വാസം തരുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം പൊതുവെ ആളുകളുടെ ഇടയിൽ വികസനം ഇത്രയേറെ ചർച്ച ചെയ്ത ഒരു സമയമില്ലെന്ന് തന്നെ, കുന്നത്തുനാട്ടിലില്ലെന്ന് തന്നെ പറയാം. കാരണം 2500 കോടിയോളം വരുന്ന വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അത് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസമുള്ളൊരു കാര്യം. ഇതിൽ പൊതുവിൽ ഈ മണ്ഡലം ശ്രദ്ധിക്കപ്പെടുന്നത് അറിയാം. 2020 ഒരു പ്രഭാവവും കാര്യങ്ങളൊക്കെയാണ്. ഇത്തവണ ആ ചെരുവയ്ക്ക് ഒന്നുകൂടി മാറ്റം ഉണ്ടായിരിക്കുന്നു. NDAക്ക് ഒപ്പം ചേർന്നിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരു NDA അക്കൗണ്ട് തുറക്കാനുള്ള സർവ്വസാധ്യതയും കാണുന്ന ഒരിടം എന്ന രീതിയിൽ അപ്പോൾ പാർട്ടിയുടെ സംഘടനാപരമായ എല്ലാം തന്നെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇത് ഒരു പ്രതിരോധിക്കുക എന്നതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ സത്യമാണ്. അതായത് അവർ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് കാണുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ അടുത്ത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന ഓരോ വ്യക്തിയും, നിങ്ങൾ ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വോട്ടുകൾ നാളെ സംഘപരിവാർ ശക്തികൾക്ക് വളം കിട്ടുന്ന തരത്തിലേക്ക് ആകരുത്. നമ്മളവരെ പ്രതിരോധിക്കുകയും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തൊരു ചരിത്രമുള്ള ഒരു നാട് കൂടിയാണ് കേരളം, പ്രത്യേകിച്ച് കുന്നത്തുനാട്. കുന്നത്തുനാട്ടിലുള്ള ഓരോ ആളുകളുടെ എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ ഇപ്പോൾ News 18 ലേഖകൻ സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ശക്തികൾക്കും വർഗീയ ശക്തികൾക്കും ഒരേപോലെ തന്നെ എതിർത്തുകൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷക്കാലം സാബു ജേക്കബിൻ്റെ പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് വേറെ രാഷ്ട്രീയമൊന്നുമില്ല, പ്രത്യേകിച്ച് എന്നെ തോൽപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു രാഷ്ട്രീയമല്ല. അതുകൊണ്ട് അദ്ദേഹം ഏതൊരാളുടെ കൂടെയും ഏത് സമൂഹത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ തരത്തിലേക്ക് സാബു ജേക്കബ് തരം താഴുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും രീതിയിലൊരു ക്രോസ് വോട്ടിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? അതായത് ഈ നമ്മുടെ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കോൺഗ്രസും ഇല്ല ഒരു വിഭാഗം, ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരെയും പറയുന്നില്ല, കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും സാബു ജേക്കബും NDAയുമായിട്ടൊരു രഹസ്യ ബാന്ധവം ഇപ്പോൾ ഉണ്ട്. അതിനൊരു വിസിബിലിറ്റി വരുന്നൊരു കാര്യം, പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും ഈ NDAയും കൂടി ഒരുമിച്ച് ചേർന്നാണ്. അതിന് നേതൃത്വം കൊടുത്തത് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശ്വാസത്തോടു കൂടിയാണ് ആ ബാന്ധവം അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാനപ്പോൾ ഇലക്ഷൻ ആയിക്കഴിഞ്ഞപ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവർ രാജിവെച്ച്, പക്ഷേ രാജി ഉണ്ടായില്ല എന്ന് മാത്രമല്ല വളരെ എവിഡൻ്റായിട്ട് അവർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അവർ ആ ബാന്ധവം തുടരുകയാണ്, ഭരണം തുടരുകയാണ്. അതിൽ കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം അതിനെതിരാണ്, ആ ബാന്ധവം തുടരുന്നത് എതിരാണ്. കാരണം പൊതുവെ കോൺഗ്രസ് വർഗീയതയ്ക്കെതിരെ, ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ കുന്നത്തുനാട്ടിലെ ഒരു വിഭാഗം UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും LDFനെ എന്നെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ ആളുകളുടെ ഇടയിൽ വലിയ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലുള്ള ആളുകളുടെ മനസ്സ് പൾസ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിട്ടുള്ള വാഴക്കുളത്തും അതിനൊന്നും UDF സ്ഥാനാർത്ഥിക്ക് മറുപടിയില്ല. കുന്നത്തുനാട്ടിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ, എനിക്ക് ഒരു അത്ഭുതം, മുസ്ലിം ലീഗ് ഒന്നും ഇതിനൊരു പ്രതികരിച്ച് കണ്ടില്ല. അത്തരം പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അവിടെ ഇങ്ങനെ UDFിലൊരു വിഭാഗം NDAയെ സഹായിക്കുന്നു, NDAയിലൊരു വിഭാഗം UDFനെ സഹായിക്കുന്നു, എങ്ങനെ തോന്നുന്നത്? ഈ രണ്ട് വിഭാഗങ്ങളും NDAയിലുള്ള അസംതൃപ്തരും UDFിലുള്ള അസംതൃപ്തരുടെയും അസംതൃപ്തി എന്ന് പറയുന്നത് കേവലം അവർ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം കൂടി ഉണ്ട് അതിൽ. നാളെ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചേലക്കുളം പ്രദേശത്താണ്. നമ്മുടെ ഇവിടെ കിഴക്കമ്പലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അല്പവസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ വന്ന് പ്രചരണം നടത്തുകയാണ് NDAക്ക് വേണ്ടി. അത് നമ്മുടെ നാട്ടിൽ
പരിചിതമില്ലാത്തൊരു രീതിയാണ്. അപ്പം അത്തരം രീതികളൊക്കെ നമ്മുടെ നാട്ടിൽ വരണ്ട എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അവർ നമ്മുടെ കൂടെയാണ്. അത് രാഷ്ട്രീയമല്ല അവർക്ക്. ഈ പോരാട്ടത്തിൽ അവർക്ക് അവരുടെ നേതൃത്വപരമായ പങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ വഹിച്ചു എന്നുള്ളത് കൊണ്ടുള്ളൊരു സ്നേഹമാണ്. അതല്ലാണ്ട് അവരാരും CPM LDFകാരായിട്ടല്ല. വ്യക്തിപരമായിട്ട് എന്നോടൊരു സ്നേഹവും താല്പര്യമുള്ളതുകൊണ്ട് അവരൊരു വോട്ട് തുടർച്ചതന്നെ പ്രതീക്ഷിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വർഗീയതയും വികസനത്തിൽ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. അത് സജീവമായിട്ട് ഇപ്പോൾ ഈ റോഡ്, നമ്മൾ നിൽക്കുന്ന റോഡ് തന്നെ പെരുമ്പാവൂർ പട്ടിമറ്റം റോഡാണ്. BMBC നിലവാരത്തെ ഏറ്റവും മികച്ച റോഡാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥിയുടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, വികസന പുസ്തകം. നെല്ലാട് കിഴക്കമ്പലം റോഡ് നന്നാക്കിയത് അദ്ദേഹമാണെന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തോക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം നെല്ലാട് കിഴക്കമ്പലം റോഡ്, മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, ചൂണ്ടി രാമമംഗലം റോഡ്, മൗലൂദുപുര പള്ളിക്കവല റോഡ്, പെരുമ്പാവൂർ പട്ടിമറ്റം റോഡ്, മത്തങ്ങ കുരിശ് മലയിടന്തുത്ത് റോഡ്, പെരിങ്ങാല പുത്തൻകുരിശ് റോഡ്, കുമാരപുരം പട്ടിമറ്റം റോഡ്, പള്ളിക്കര പട്ടിമറ്റം റോഡ്, ഇതെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തകർന്ന് തരിപ്പണമായ റോഡുകൾ ഇന്ന് എല്ലാ റോഡുകളും നിങ്ങൾ നോക്കിയോ BMBC നിലവാരത്തിലേക്കായി. അപ്പോൾ UDFൻ്റെ പ്രചരണ വാഹനം പോകുമ്പോൾ അതിൽ പുറകിലിരുന്ന ആളുകൾ കമൻറ്റ് പറയുന്നതായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം UDFൻ്റെ സ്ഥാനാർത്ഥി ഈ റോഡെല്ലാം നന്നാക്കിയിരുന്നെങ്കിൽ അന്നേ ജയിച്ചു പോയാണ്. ഇപ്പോൾ നമ്മളുടെ റോഡ് ഈ കാലഘട്ടത്തിലെ എല്ലാ റോഡുകളും അതാണ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഏതായാലും വികസന പദ്ധതികൾ തൻ്റെ വിജയത്തിൽ മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് PV ശ്രീനിജൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തുന്നൊരു ആശങ്കയുമുണ്ട്. ഇതിൽ UDFിലെ ഒരു വലിയ വിഭാഗവും അതോടൊപ്പം തന്നെ NDAയും അത് ഒരുമിച്ച് പോകുന്നു പലയിടത്തും പ്രത്യേകിച്ച് പുത്തൻകുരിശ് പഞ്ചായത്തിൽ. അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നതാണ് ഇനി അറിയേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കുന്നനാട് നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, News 18.